മഹാഭയാനകമായ കുരുക്ഷേത്രയുദ്ധത്തിന്റെ 17-ാമത്തെ ദിവസം ഉച്ചയോടെ അർജുനൻ കർണപുത്രനായ വൃഷസേനനെ അദ്ദേഹത്തിന്റെ കൺമുന്നിലിട്ടു വധിക്കുന്നു. ഇതുകണ്ട് കരളുരുകിയ കർണൻ അർജുനനോട് തന്റെ അന്തിമയുദ്ധം പ്രഖ്യാപിച്ചു. ആ സമയം പ്രകൃതിയിൽ ചില ദുർനിമിത്തങ്ങൾ കാണപ്പെട്ടു. പ്രകൃതിയിലെ ശക്തികൾ തന്നെ രണ്ടായി പിരിഞ്ഞു. ഒരു വിഭാഗം അർജുനനെയും മറുവിഭാഗം കർണനെയും പിന്താങ്ങി. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ഇന്ദ്രനും ദേവന്മാരും ഋഷിമാരും ബ്രാഹ്മണരും ക്ഷത്രിയരും ഭൂമിയും ഗോക്കളും സസ്യഭുക്കുകളായ മൃഗങ്ങൾ പാലുള്ള വൃക്ഷങ്ങളും സോമനും പഞ്ചഭൂതങ്ങളിൽ ഭൂമി, അഗ്നി, വായു, ജലം എന്നീ 4 ഭൂതങ്ങളും ജിഗ്, യജുർ, സാമവേദങ്ങളും ത്രിസന്ധ്യകളും ഉത്തമനാഗങ്ങളും അർജുനപക്ഷം സ്വീകരിച്ചു. സൂര്യദേവനും 12 ആദിത്യന്മാരും അസുരന്മാരും പഞ്ചഭൂതങ്ങളിൽ ആകാശവും നക്ഷത്രങ്ങളും മുള്ളുള്ള ശമീവൃക്ഷങ്ങളും ഭൂത പ്രേത പിശാചുക്കളും കുറുനരി, സിംഹം തുടങ്ങിയ മാംസഭുക്കുകൾ വേദങ്ങളിൽ 4-ാം വേദമായ അഥർവണവും ജാതികളിൽ ക്ഷത്രിയർക്കു തൊട്ടു താഴെയുള്ള വൈശ്യ, ശൂദ്ര, കീഴാള ജാതിക്കാരും മ്ലേച്ഛരും അർദ്ധരാത്രിയും നീചസർപ്പങ്ങളും കർണനോട് ചേർന്നു നിന്നു. ആദ്യമായി അർജുനൻ ഗാണ്ഡീവവും കൈകളും തുടച്ചു. കർണൻ നേരെ നാരാചം, നാളീകം, വരാഹകർണം, അർദ്ധചന്ദ്രം, ക്ഷുരപ്രം, അഞ്ജലികം തുടങ്ങിയ അസ്ത്രങ്ങളയച്ചു. കർണൻ ഈ അസ്ത്രങ്ങളെയൊക്കെ അടക്കിയപ്പോൾ അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുന്നു. ഈ ആഗ്നേയാസ്ത്രത്തിനു നേരെ കർണൻ വരുണാസ്ത്രം പ്രയോഗിച്ചു തീയണച്ചു. തുടർന്ന് വായവ്യാസ്ത്രത്താൽ കർണൻ സൃഷ്ടിച്ച മേഘജാലങ്ങളെ തകർത്ത അർജുനൻ മഹേന്ദ്രാസ്ത്രം പ്രയോഗിച്ചു ശത്രുനിരയെ കൂട്ടക്കൊല ചെയ്തു. കർണൻ അർജുനന്റെ അസ്ത്രങ്ങളെയെല്ലാം തടുത്തു. ഭാർഗവാസ്ത്രത്തിന്റെ ശക്തിയാൽ എതിർപക്ഷത്തു വലുതായ നാശനഷ്ടങ്ങൾ വരുത്തി. അർജുനനെ സംരക്ഷിച്ചു നിന്നിരുന്ന സോമകന്മാരെല്ലാം ചത്തൊടുങ്ങി. ആ സമയത്തു കൗരവ സൈന്യം കർണൻ ജയിച്ചു, കർണൻ ജയിച്ചു എന്ന് ആർത്തുവിളിക്കുവാൻ തുടങ്ങി. കർണന്റെ വിജയം കണ്ടു ഭീമസേനൻ കോപത്തോടെ അർജുനനോട് പറഞ്ഞു, നിന്റെ മുന്നിലിട്ട് സോമകരെ കർണൻ കൊന്നത് കണ്ടില്ലേ, ഇനി മടിക്കരുത്, അവനെ വധിക്കുക. തുടർന്ന് കൃഷ്ണനും ഇതുപോലെ തന്നെ അർജുനനെ ഉപദേശിച്ചു. ഇതുകേട്ടുണർന്ന അർജുനൻ അനേകമനേകം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. കൗരവസേനയെ ക്ഷോഭിപ്പിച്ചു. കർണന്റെ സൈന്യം ഓടാൻ തുടങ്ങി. കർണന്റെ രഥം തകർന്നു പൊളിയുന്നു. ദേഹമാസകലം മുറിവേറ്റെങ്കിലും ഭയങ്കരമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു കർണൻ അർജുനന്റെ അസ്ത്രങ്ങളെ തടയുകയും പാണ്ഡവ സൈന്യത്തെയും പരവശമാക്കുകയും ചെയ്തു. അർജുനനും വിട്ടുകൊടുത്തില്ല. കർണനെ വീണ്ടും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. ഇത്തരത്തിൽ തുല്യനിലയിൽ യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിലെ ഒരു ഘട്ടത്തിൽ അർജുനനോളം ഉയരുവാൻ സാധിക്കാതെ വന്നപ്പോൾ കർണൻ അർജുനനെ കൊല്ലുവാനായി ഒറ്റയ്ക്കുള്ള അസ്ത്രങ്ങളിൽ ഭയാനകമായി ഉരഗാസ്യ എന്ന സർപ്പമുഖബാണം കയ്യിലെടുത്തു. ആ അസ്ത്രത്തിൽ നാഗാസ്ത്രമന്ത്രം ജപിച്ചപ്പോൾ അർജുനന്റെ പൂർവശത്രുവായ അശ്വസേനനാഗമാണ് പ്രകടമായത്. ഖാണ്ഡവദാഹത്തിൽ തന്റെ മാതാവിനെ വധിച്ച അർജുനനോട് അശ്വസേനൻ തീരാത്ത പകയുണ്ടായിരുന്നു. കർണന്റെ അസ്ത്രത്തോടൊപ്പം നാഗവും അർജുനന്റെ കഴുത്തറുക്കാനായി പാഞ്ഞുകയറി. നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ദിക്കൊക്കെയും ശോഭിച്ചു. വാനത്തിൽ കൊള്ളിമീൻ പോലെ എരിഞ്ഞുകൊണ്ട് കർണന്റെ നാഗാസ്ത്രം മുന്നേറി. അസ്ത്രത്തിന്റെ തീക്ഷ്ണത കണ്ട് അർജുനാ, നീ മരിച്ചു കഴിഞ്ഞു എന്ന് കർണൻ വെമ്പലോടെ പറഞ്ഞുപോയി. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സമയോചിതമായി പ്രവർത്തിച്ചു. ഭയാനകമായ നാഗാസ്ത്രം വരുന്നതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ തേർത്തട്ടിനെ 4 അംഗുലം ചവിട്ടി താഴ്ത്തിക്കളഞ്ഞു. കുതിരകൾ മുട്ടുകുത്തുകയും പാഞ്ഞുവന്ന നാഗാസ്ത്രം അർജുനന്റെ കിരീടത്തെ തകർത്തുകൊണ്ട് കടന്നുപോകുകയും ചെയ്തു. ദേവേന്ദ്രൻ അണിയിച്ച ഈ കിരീടത്തിന്റെ മഹത്വത്താലാണ് അർജുനൻ കിരീടി എന്ന് പേരുണ്ടായത്. ദിവ്യാസ്ത്രങ്ങൾക്ക് പോലും അപ്രതിരോധ്യമായ ആ കിരീടത്തെ കർണന്റെ സർപ്പമുഖബാണം തകർത്തുകളഞ്ഞു. കിരീടം കത്തിക്കരിഞ്ഞു പൊടിയായി നിലംപതിച്ചു. അതിനുശേഷം അശ്വസേന നാഗം കിരീടം വീണ സ്ഥാനത്തുനിന്നും ഉയർന്നുവന്നു. കർണനോട് തന്നെ വീണ്ടും ഒരസ്ത്രത്തോടൊപ്പം അയക്കുവാനും കർണൻ വേണ്ടി താൻ അർജുനനെ വധിക്കുമെന്നും അറിയിച്ചു. എന്നാൽ കർണൻ അത് സ്വീകരിക്കുകയുണ്ടായില്ല. തുടർന്ന് അർജുനനെ വധിക്കുവാനായി സ്വയം അസ്ത്രരൂപമെടുത്തു കുതിച്ചു പാഞ്ഞ നാഗത്തെ കൃഷ്ണൻ അർജുനനു കാണിച്ചു കൊടുക്കുകയും 6 മഹാസ്ത്രങ്ങളാൽ അർജുനൻ ആ നാഗത്തെ കഷ്ണങ്ങളായി നുറുക്കുകയും ചെയ്തു. തുടർന്നു നടന്ന യുദ്ധത്തിൽ അർജുനൻ ബാണങ്ങളാൽ കർണനെ തീർത്തും പരവശനാക്കുകയുണ്ടായി. ആ സമയത്തു അർജുനൻ കർണനെ വധിക്കുകയുണ്ടായില്ല. അതുകൊണ്ടു കൃഷ്ണൻ അർജുനനെ ശാസിച്ചു. തുടർന്ന് കർണൻ വീണ്ടും ഉന്മേഷവാനായി യുദ്ധം തുടങ്ങിയെങ്കിലും പണ്ട് കിട്ടിയ ബ്രാഹ്മണശാപത്താൽ കർണന്റെ തേരിന്റെ ഇടത്തെ ചക്രം ഭൂമിയിൽ താണുപോയി. തേര് ഇളകുകയുണ്ടായില്ല. കൂടാതെ പരശുരാമന്റെ ശാപത്താൽ ബ്രഹ്മാസ്ത്രം വേണ്ടവിധം മനസ്സിൽ തോന്നുകയുണ്ടായില്ല.
കർണൻ ആകപ്പാടെ പരിഭ്രമിച്ചു നടുങ്ങിപ്പോയി. തന്റെ വധകാലം അടുത്തെന്നോർത്തു അദ്ദേഹം സഹിക്കാനാകാതെ ധർമ്മത്തെ അധിക്ഷേപിച്ചു. തുടർന്ന് അർജുനന്റെ അസ്ത്രങ്ങളേറ്റുകൊണ്ടു തേരിൽ നിന്നും ചാടിയിറങ്ങിയ കർണൻ തന്റെ രണ്ടു കൈയും കൊണ്ടു രഥചക്രത്തെ പിടിച്ചു പൊക്കിനോക്കി. ഫലമുണ്ടായില്ല. രഥചക്രം അണുമാത്ര പോലുമിളകിയില്ല. ആ തത്രപ്പാടിൽ കർണൻ ദിവ്യമായ തന്റെ രഥചക്രങ്ങളെ വലിക്കവേ ഭൂമണ്ഡലത്തെയാകെ നാലങ്കുലം വലിച്ചുയർത്തിക്കളഞ്ഞു. എന്നിട്ടും രഥചക്രം ഇളകിയില്ല. തുടർന്ന് അയാൾ കൃഷ്ണനും അർജുനനും നേരെ അസ്ത്രവർഷം ചെയ്തു തുടങ്ങി. സവ്യസാചിയായ അർജുനന്റെ അസ്ത്രങ്ങളെ തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് അടക്കി അർജുനനേക്കാൾ മേലെയാണ് തന്റെ വീര്യമെന്നു കർണൻ കാണിച്ചു. കർണന്റെ അസ്ത്രങ്ങളാൽ പീഡിതനായ അർജുനനോട് ഉത്തമമായ ഏതെങ്കിലും അസ്ത്രമെടുത്തു പ്രയോഗിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം കർണന്റെ രഥം വീണ്ടും കുറേക്കൂടി താഴ്ന്നു പോകുന്നതാണ് അടുത്ത സന്ദർഭം. ഉത്തമാസ്ത്രങ്ങളിൽ ഏതെങ്കിലും കൊണ്ട് കർണനെ വധിക്കുവാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു. അതുകേട്ടു അർജുനൻ ഭയാനകമായ രൗദ്രാസ്ത്രം ജപിച്ചുവിടാൻ തുടങ്ങവേ കർണന്റെ തേർചക്രം വീണ്ടും കുറേക്കൂടി താണുപോയി. അതുകൊണ്ടു അർജുനൻ ആ അസ്ത്രം കർണൻ നേരെ പ്രയോഗിച്ചില്ല. തുടർന്ന് കലങ്ങിയ കണ്ണുകളോടെ കർണൻ അർജുനനോട് തനിക്ക് നേരെ അസ്ത്രം പ്രയോഗിക്കരുത് എന്നപേക്ഷിച്ചു. തേർചക്രം ഉയർത്തുന്നതുവരെ തന്റെ മേൽ ബാണം പ്രയോഗിക്കരുതെന്നും ധർമ്മത്തെയോർത്തു അർജുനൻ കുറച്ചു ക്ഷമിക്കണമെന്നും കെഞ്ചി. എന്നാൽ കൃഷ്ണൻ അതിനു ചുട്ട മറുപടി നൽകി. ധർമ്മത്തെക്കുറിച്ച് പറയാൻ കർണൻ എന്തവകാശം? ഭീമനെ വിഷച്ചോറൂട്ടിയപ്പോഴും ദുര്യോധനനോട് ചേർന്ന് അരക്കില്ലത്തിലിട്ടു പാണ്ഡവരെ കത്തിക്കാൻ ശ്രമിച്ചപ്പോഴും രജസ്വലയായ കൃഷ്ണയെ സഭയിലിട്ടു വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴും ശകുനിയോടൊപ്പം ചതിച്ചൂതു നടത്തിയപ്പോഴും കർണന്റെ ധർമ്മം എവിടെ പോയിരുന്നു? 13 വർഷം കഴിഞ്ഞു പാണ്ഡവർ തിരികെ വന്നപ്പോൾ അവർക്കുള്ള രാജ്യം കൊടുക്കാൻ നീ വിസമ്മതിച്ചില്ലേ? അന്നൊക്കെ നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു? അപ്പോഴൊന്നുമില്ലാത്ത ധർമ്മത്തിനു വേണ്ടി ഇപ്പോഴെന്തിനാണ് വ്യർത്ഥമായി പുലമ്പുന്നത്? എന്തായാലും നിന്നെ വിടുകയില്ല, കൃഷ്ണൻ പറഞ്ഞു. കർണൻ അതുകേട്ടു ലജ്ജിച്ചു തലകുനിച്ചു നിന്നുപോയി. തുടർന്നു ലജ്ജിതനായ കർണൻ വീണ്ടും യുദ്ധമാരംഭിച്ചു. ആഗ്നേയം, വാരുണം, വായ്വയം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പ്രയോഗിച്ചശേഷം വജ്രാഭമായി തീ പോലെ എരിയുന്ന ഒരു ശരം അർജുനൻ നേരെ കർണൻ പ്രയോഗിക്കുകയും ചെയ്തു. ആ അസ്ത്രം നെഞ്ചിൽ ആഞ്ഞു തറയ്ക്കുകയാൽ അർജുനൻ ബോധമറ്റു വീണുപോയി. ഗാണ്ഡീവം കയ്യിൽ നിന്നും വീണു. എന്നിട്ടും കർണൻ അർജുനനെ വധിക്കാതെ ആ തക്കത്തിന് കർണൻ തേരിൽ നിന്നും താഴെയിറങ്ങി തേർത്തട്ടുയർത്താൻ കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ വിജയിച്ചില്ല. ആ സമയം അർജുനൻ ബോധം വന്നു. കൃഷ്ണന്റെ ഉപദേശമനുസരിച്ചു തീക്ഷ്ണമായ ഒരസ്ത്രത്താൽ കർണന്റെ ആഞ്ചങ്ങല ചിഹ്നത്തോട് കൂടിയ ധ്വജത്തെ അറുത്തുവീഴ്ത്തി. അതോടെ കർണന്റെ യശസ് തീർന്നു. തുടർന്ന് യമദണ്ഡം പോലെ ഭയങ്കരവും വജ്രം പോലെ ശോഭിക്കുന്നതും നാരായണാസ്ത്രം പോലെ ഭയങ്കരവും ആയ ആഞ്ജലികം എന്ന അസ്ത്രത്തെ വില്ലിൽ ചേർത്തു. അപ്പോൾ മഹർഷിമാരും ദേവന്മാരും ലോകത്തിനു സ്വസ്തി സ്വസ്തി എന്ന് ആശംസിച്ചു. ഞാൻ ചെയ്ത തപസ്സിനു ഫലമുണ്ടെങ്കിൽ, ഗുരുപ്രസാദം എന്നിലുണ്ടെങ്കിൽ ഞാൻ പൂജിക്കുന്ന ഈ ശരം കർണനെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ അസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം രഥമുയർത്തുന്ന കർണന്റെ ശിരസ്സറുത്തു വീഴ്ത്തി. മരിച്ചുവീണ കർണന്റെ ശരീരത്തിൽ നിന്നും തീക്ഷ്ണമായ ഒരു തേജസ്സുയർന്നു. സൂര്യദേവനിൽ പോയി ലയിക്കുന്നതു സകലരും അദ്ഭുതത്തോടെ കണ്ടുനിന്നു. അങ്ങനെ മഹാഭാരതത്തിലെ അതിതേജസ്സും ശക്തിമാനുമായി സൂര്യപുത്രൻ കർണൻ പിതാവായ സൂര്യദേവനിൽ ലയിച്ചു ചേർന്നു.